ധ്യാനത്തിനായിട്ട് ഒരു വാക്യം ആദ്യമേ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 27-ാം വാക്യം. സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 27-ാം വാക്യം. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. അപ്പോൾ നന്മ ചെയ്യുന്നതിനെക്കുറിച്ച്, അന്യോന്യം നന്മ ചെയ്യുന്നതിനെക്കുറിച്ച് ധാരാളം ക്ലാസ്സുകൾ നമ്മുടെ സഭയിൽ എടുത്തിട്ടുണ്ട്. എല്ലാവരും അത് കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. അപ്പോൾ യോഗ്യത എന്ന് പറയുന്നതും നന്മ ചെയ്യാനുള്ള പ്രാപ്തി എന്ന് പറയുന്നതും രണ്ടും ഒരുപോലെ പോകുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് പ്രാപ്തി എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനും ഉത്തരം വേണം, അല്ലേ? എന്താണ് നന്മ ചെയ്യുവാനായിട്ടുള്ള പ്രാപ്തി? എന്താണ് നന്മ ചെയ്യാനുള്ള പ്രാപ്തി? നന്മ ചെയ്യാനുള്ള പ്രാപ്തി എന്ന് പറഞ്ഞാൽ എന്താ? ധാരാളം വസ്തുവകകളും ബാങ്ക് ബാലൻസും നിക്ഷേപങ്ങളും ഒക്കെ ആണോ? ചോദ്യം ചോദിക്കാതെ ഇങ്ങ് പറയാനുള്ളത് പറഞ്ഞാൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നോളില്ല, അല്ലേ? ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം തെറ്റിപ്പോയാലും പ്രശ്നം, ഉത്തരം ശരിയാണെങ്കിലും പ്രശ്നം. ശരിയാണെങ്കിൽ എന്താ പ്രശ്നം? ഒരുപക്ഷെ നമ്മളത് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഭയം. തെറ്റിപ്പോയാൽ ഇതൊക്കെ പലപ്പോഴും ലോകത്ത് പലരും കേൾക്കുന്നതാണ് എന്നുള്ളതിൻ്റേതായിട്ടുള്ള വൈക്ലഭ്യം ഒക്കെ. പുതിയ നിയമത്തിൽ പ്രാപ്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സഹോദരന്മാരെ, മഖദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. അപ്പോൾ എന്താണ് പ്രാപ്തി? ബാങ്ക് ബാലൻസ് ആണോ? എന്താണ് പ്രാപ്തി? കുറുന്തിലേഖനം പഠിച്ചപ്പോൾ നമ്മളത് പഠിച്ചതാണ്. അവിടുത്തെ പ്രാപ്തി എന്താണ്? സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ദൈവകൃപയും, അല്ലേ? സഹോദരന്മാരെ, മഖദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങൾക്കറിയുന്നല്ലോ. പിന്നെ ആ ദൈവകൃപയെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. അതിനകത്ത് വരുന്നതായിട്ടുള്ള കാര്യം അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണുവാൻ. അവരുടെ സന്തോഷ സമൃദ്ധിയും ധനസമൃദ്ധിയും എന്നാണോ പറഞ്ഞിരിക്കുന്നത്? ആണോ? അല്ല, അല്ലേ? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവരെ സഹായിക്കാനുള്ള പ്രാപ്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് ചിന്തിക്കുക? ഇഷ്ടം പോലെ പൈസ, ശമ്പളം, പെൻഷൻ, ആദായം, ഡെപ്പോസിറ്റ്, അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അവരാണ് പ്രാപ്തി എന്നാണ്, അവർക്കാണ് അതിനുള്ള പ്രാപ്തി എന്ന് പറയുന്നത്. പക്ഷേ വചനം പറയുന്നത് അത് പ്രാപ്തിയുടെ ഒരു വശമാണെന്നുള്ളത് സത്യമാണ്. എന്നാൽ അതൊരിക്കലും ഒരു പ്രാപ്തിയാകില്ല. അങ്ങനെ എത്രയോ ധാരാളം സമ്പത്തുള്ള ആളുകളുണ്ട്, അവർ യോഗ്യന്മാരായവർക്ക് കൊടുക്കുന്നതുമല്ല. യഥാർത്ഥത്തിലുള്ള പ്രാപ്തി എന്ന് പറയുന്നത് കൊടുക്കാനുള്ള പ്രാപ്തിയാണ്, സഹായിക്കാനുള്ള പ്രാപ്തിയാണ്. അത് എവിടെ നിന്ന് വരേണ്ടതാ? അത് ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വരേണ്ടതല്ല. അത് എവിടെ നിന്ന് വരേണ്ടതാ? അത് നമ്മളുടെ സന്തോഷ സമൃദ്ധിയിൽ നിന്നും ദൈവകൃപയിൽ നിന്നും വരേണ്ടുന്നതാണ്. അപ്പോൾ പ്രാപ്തിയുള്ളവർ, സദൃശ്യവാക്യങ്ങൾ നമ്മൾ വായിച്ചത്, നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. ഒരു പക്ഷേ സങ്കീർത്തനക്കാർ സദൃശ്യവാക്യം എഴുതിയതായിട്ടുള്ള ശലോമോൻ അത് എഴുതുമ്പോൾ ഒരു പക്ഷേ അവിടെ അവരുടെ ധനസമൃദ്ധിയെക്കുറിച്ചായിരിക്കും ഉപദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാം പഴയ നിയമത്തെ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ അതിനെ എടുക്കുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ
അങ്ങനെയാണെങ്കിൽ പ്രാപ്തിയില്ല, എനിക്ക് പ്രാപ്തിയില്ല എന്ന് പറഞ്ഞ് എല്ലാവർക്കും വേണമെങ്കിൽ ഒഴിവാകാൻ കഴിയൂല്ലേ? പക്ഷേ ദൈവകൃപയും സന്തോഷ സമൃദ്ധിയും ദാരിദ്ര്യവും ഉണ്ടെങ്കിൽ പ്രാപ്തിയാണ് എന്ന് പുതിയ നിയമം പറയുമ്പോൾ അതിനകത്ത് നിന്ന് ആർക്കും ഒരു ഒഴിവുമില്ല, എല്ലാവരും അവിടെ ഉത്തരവാദികളാണ്. അപ്പോൾ പ്രാപ്തി എന്ത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. പിന്നെ യോഗ്യന്മാരായിരിക്കുന്നവർക്ക്, അപ്പോൾ പ്രാപ്തിയുള്ള ആളുകൾ ആർക്ക് കൊടുക്കണം? യോഗ്യന്മാരായിരിക്കുന്നവർക്ക് കൊടുക്കണം. എല്ലാവർക്കും കൊടുക്കണം എന്ന് അല്ല പറഞ്ഞിരിക്കുന്ന ആ വാക്യത്തിൽ, അവിടെ യോഗ്യന്മാരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കണം. അപ്പോൾ എന്താണ് അങ്ങനെയാണെങ്കിൽ യോഗ്യത എന്ന് പറയുന്നത്? എന്താണ് യോഗ്യത? അത് നമുക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് യോഗ്യത? എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? അതിന് നമുക്ക് ഉൽപ്പത്തി മുതൽ ആരംഭിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് മനുഷ്യനെ എവിടെ ആക്കിയത്? തോട്ടത്തിലാണ് ആക്കിയത് അല്ലേ? ഏതെങ്കിലും ഓഫീസിലാണോ? അല്ല. ഫാക്ടറിയിലാണോ? അല്ല, തോട്ടത്തിലാണ് ആക്കിയത്. അന്ന് ഓഫീസും ഫാക്ടറിയൊന്നുമില്ല. എന്നിട്ട് ദൈവം അവരോട് കൽപ്പിച്ചത് എന്താ? ആദം ഹവ്വമാരോട്, രണ്ടുപേരോടും കൂടെയാണ് കേട്ടോ കൽപ്പിച്ചത്. എന്താണ്? യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. അപ്പോൾ അവിടെ ജോലി കൊടുത്തത് ആരാ? യഹോവയാണ് ജോലി കൊടുത്തത്. എന്ത് ജോലിയാണ് കൊടുത്തത്? കൃഷിപ്പണി അല്ലേ? നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ കൃഷിപ്പണിയാണ് കൊടുത്തത്. അപ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ, ഇത് പാപം ലോകത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഈ കഷ്ടപ്പാടും ഈ അധ്വാനവും ഒക്കെ മനുഷ്യൻ ആദവും ഹവ്വയും പാപം ചെയ്തിട്ട് വന്നതായിട്ടുള്ള വലിയൊരു ഭാരമാണെന്ന് ചിന്തിക്കാറുണ്ടല്ലേ? പക്ഷെ അങ്ങനെയല്ല. പാപം അതിന് ശേഷമാണ് മനുഷ്യൻ പാപം ചെയ്ത് വീണു പോകുന്നത്. അപ്പോൾ പാപം ഭൂമിയിൽ വരുന്നതിന് മുമ്പ്, ആദം ഹവ്വയിൽ വരുന്നതിന് മുമ്പ് ദൈവം അവരെ ഏൽപ്പിച്ചതായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ 2 കാര്യം ചെയ്യണം. 1 കാക്കണം, 2 വേല ചെയ്യണം. എന്നാൽ പാപം വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചത്? ഈ പറഞ്ഞ പ്രമാണത്തിന് എന്താ സംഭവിച്ചത്? 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, നിൻ്റെ ആഗ്രഹം നിൻ്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിൻ്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിൻ്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. വളരെ ശ്രദ്ധിക്കണം. പാപം ചെയ്തപ്പോൾ ദൈവം മനുഷ്യനെ ശപിച്ചു എന്ന് പലരും അങ്ങനെ പറയുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അത് തെറ്റാണ്. മനുഷ്യനെ ദൈവം ശപിച്ചിട്ടില്ല. മറിച്ച് എന്തിനെയാണ് ശപിച്ചത്? ഭൂമിയെയാണ് ശപിച്ചത്. നിൻ്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. എന്തുകൊണ്ടാണ് കഷ്ടത? മുള്ളും പറക്കാരയിൽ നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും, വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും, നിലത്തുനിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. അപ്പോൾ ഇവിടെ കഷ്ടതയോടെ, ആയുഷ്കാലമൊക്കെയും കഷ്ടതയോടെ മുഖത്തെ വിയർപ്പ് കൊണ്ട് നീ ഉപജീവനം കഴിക്കും. ശരിയല്ലേ? ആർക്കും സംശയമുണ്ടോ? അപ്പോൾ എത്ര വയസ്സ് വരെ അധ്വാനിക്കണം? ആയുഷ്കാലം മുഴുവൻ അല്ലേ? ഈ ജോലിക്കൊക്കെ പോകുന്നവർക്ക് റിട്ടയർമെൻ്റ് ഉണ്ട്. പക്ഷെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പരിപാടിക്ക്, ആ പണിക്ക് റിട്ടയർമെൻ്റ് ഇല്ല. ആയുഷ്കാലമൊക്കെയും എന്ന് പറഞ്ഞാൽ നിനക്ക് എഴുന്നേറ്റ് നടന്ന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന കാലമൊക്കെയും എങ്ങനെ അഹോവൃത്തി കഴിക്കണം? വേർക്കണം അല്ലേ? അധ്വാനിക്കണം. കഷ്ടതയോടെ. ഈ മഴയും വെയിലുമൊക്കെ കൊള്ളുന്നത് ഭയങ്കര കഷ്ടതയാണ് അല്ലേ? ആ സമയത്ത് റൂമിനകത്തിരുന്ന് ടി വി ഒക്കെ കണ്ട് മൊബൈലൊക്കെ കണ്ടിരുന്ന് കഴിഞ്ഞാൽ എത്രയോ അല്ലേ നല്ല കാര്യമായിട്ടാണ് പൊതുവെ ആളുകൾ ചിന്തിക്കുന്നത്. അപ്പോൾ കഷ്ടതയോടെ അഹോവൃത്തി കഴിക്കണം എന്നാണ്
ഇത് വചനത്തിലെ പ്രമാണം. ഇതിനകത്തോട് നമുക്ക് എന്തെങ്കിലും കൂട്ടാനോ കുറയ്ക്കാനും പറ്റുമോ? ഇല്ല. ആയുഷ്കാലമൊക്കെയും മനുഷ്യനോട് പറഞ്ഞിരിക്കുന്നതാണ്, ഇനി ഈ ഭൂമിയെ മാറ്റി പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നത് വരെ ഈ പ്രമാണം മനുഷ്യന് ബാധകമാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ജോസഫ് സഹോദരൻ എൻ്റെ നെറ്റിയിലെ വിയർപ്പും കഷ്ടതയൊക്കെ കണ്ടപ്പോൾ എന്നോട് വിളിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു, സഹോദരൻ ഇങ്ങനെ അധ്വാനിക്കരുത്. സഹോദരന് പ്രായമായ ഒരു അപ്പനും അമ്മയും കൂടെയുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, പിന്നെ ഒരു സഭയുണ്ട്, സഹോദരന്മാരുണ്ട്, പല പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് സഹോദരൻ ഇങ്ങനെ അധ്വാനിച്ച് സഹോദരൻ്റെ ആരോഗ്യമൊക്കെ കളഞ്ഞാൽ ഇതിനെയൊക്കെ ബാധിക്കും എന്ന് പറഞ്ഞു. തമ്പി സഹോദരനും പറഞ്ഞു, സഹോദരൻ്റെ അധ്വാനം ഇച്ചിരി കൂടുതലാണ്, അതുകൊണ്ട് ഇത്രയൊന്നും അധ്വാനിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വചനം എന്താ പറയുന്നത്? അവർ പറഞ്ഞതിൻ്റെ നല്ല അംശത്തെയൊക്കെ ഞാൻ സ്വീകരിച്ചു. അവരോട് എനിക്ക് നന്ദിയുണ്ട്. അങ്ങനെ വേറെയും ഓൺലൈനിലുള്ള സഹോദരിമാരൊക്കെ സഹോദര ഇങ്ങനെ അധ്വാനിക്കരുത്, കഷ്ടപ്പെടരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഡെയ്സി എന്നോട് പറഞ്ഞു, അച്ചാച്ചനെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ എന്ന് ഒരു കമൻറ്റും പറഞ്ഞു. എന്നാൽ ആയുഷ്കാല പുകെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എൻ്റെ അവസാന ശ്വാസം വരെ അധ്വാനിച്ച് ജീവിക്കാനായിട്ടുള്ള ഒരു ആരോഗ്യം ദൈവം എനിക്ക് നൽകണം. കാരണം അത് വചനത്തിൻ്റെ പ്രമാണത്തോട് 100% യോജിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അമിതാധ്വാനം ചെയ്ത ആരോഗ്യത്തെ കളയുന്നത് യോഗ്യമല്ല. സഹോദരന്മാരുടെ ആ നിലയിലുള്ള ഉപദേശത്തെ ഞാൻ ഏറ്റവും മാനിക്കുകയും അവരോട് സന്തോഷവും നന്ദിയും അവരുടെ സ്നേഹത്തോട് ഞാൻ ക്രിയാത്മകമായി പ്രതികരിക്കുകയും ചെയ്യുന്നു. ശരി. അപ്പോൾ പിന്നെ യോഗ്യത, മനുഷ്യൻ്റെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വചനത്തിൽ നിന്ന് നമ്മൾ കണ്ടു, പഴയ നിയമത്തിൽ നിന്ന് തന്നെ കണ്ടു, പുതിയ നിയമത്തിൽ നിന്നും നമുക്ക് കാണാം. പഴയ നിയമത്തിൽ നിന്ന് ഞാൻ പഠിപ്പിക്കുന്നില്ല എന്നുള്ള പരാതിയൊക്കെ മാറും എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി. സ്ത്രീകളെ സംബന്ധിച്ച് ഇപ്പോൾ പഴയ നിയമത്തിൽ സ്ത്രീകൾക്ക് എന്താ അധ്വാനം പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ നെറ്റിയിലെ വേർപ്പ് കൊണ്ട് നീ ഭക്ഷണം കഴിക്കുന്നതിലും പറഞ്ഞിട്ടുണ്ടോ അവിടെ? ഇല്ല. സ്ത്രീകൾക്ക് എന്താ കൊടുത്തേ? ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും എന്നുള്ളതാണ് അവിടെ സ്ത്രീയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുരുഷന്മാരുടെ ഉത്തരവാദിത്വം പ്രാഥമികമായിട്ടും ഉപജീവന മാർഗം ആയിരിക്കുമ്പോൾ സ്ത്രീയുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം കുടുംബത്തിലാണ്. വേദനയോടെ മക്കളെ പ്രസവിച്ച് അങ്ങനെ വളർത്തുക എന്നുള്ളതാണ്. തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിലും അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും, അല്ലേ? എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ ആദ്യകാലത്തുണ്ടായിരുന്ന പ്രസവമൊന്നും ഇന്ന് ഇല്ല. ഇന്ന് വേണ്ട 1, 2, അല്ലേ? അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പിന്നെ ധാരാളം സമയം മിച്ചമാണ്. ഒരു 10 മക്കളെയോ 12 മക്കളെയോ ഒക്കെ പ്രസവിച്ച് വളർത്തുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ആയുഷ്കാല ദൗത്യമാണ്. അപ്പോൾ പിന്നെ കൃഷിപ്പണിക്കൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ അധികം മക്കളില്ലാത്ത ആളുകളും ഉണ്ടായിരുന്നല്ലോ, റാഹേൽ പോലെയുള്ളത്, അല്ലെങ്കിൽ മക്കളില്ലാത്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു പഴയ നിയമകാലത്തും. അതുകൊണ്ട് ഈ 10ഉം 12ഉം മക്കളെയൊന്നും പ്രസവിച്ച് വളർത്താൻ ഉത്തരവാദിത്വമില്ലാത്ത സഹോദരിമാരെക്കുറിച്ചായിരിക്കും സദൃശവാക്യങ്ങളിൽ എന്താ പറയുന്നേ? വായിച്ചിട്ടില്ലേ? സദൃശവാക്യങ്ങൾ 31-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ, സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലുമേറും. ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, അവൻ്റെ ലാഭത്തിനൊരു കുറവുമില്ല. അവൾ തൻ്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു. അവൾ ആട്ടുരോമവും ചണവും സമ്പാദിച്ച് താല്പര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്നു. അവിടെ ആ സഹോദരി കൈകൊണ്ട് വേല ചെയ്യുന്നു. എത്ര വയസ്സ് വരെയാ? ആയുഷ്കാലമൊക്കെയും. അതും ആയുഷ്കാലമൊക്കെയുമാണ്. പക്ഷെ അവിടെ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടല്ല, വീട്ടിനുള്ളിൽ സമ്പാദിച്ചെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് ജോലി ചെയ്യുന്നു എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സഹോദരിമാർക്ക് അന്ന് കഷ്ടവും ഗർഭധാരണവും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് അങ്ങനെ എത്രത്തോളം അതിനാരും തയ്യാറല്ലാത്തതുകൊണ്ടും അതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ടും ഇപ്പോൾ ധാരാളം സമയം മിച്ചമാണ്. പണ്ടുകാലത്ത് എങ്ങനെയാണ്? എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, തീ കത്തിക്കാനായിട്ട് വിറക് പെറുക്കാൻ
കാട്ടിൽ കയറിയിട്ട് വീണ്ടും 1-2 കിലോമീറ്റർ കാട്ടിലൂടെ യാത്ര ചെയ്ത് വിറകൊക്കെ പെറുക്കിക്കൊണ്ട് വേനൽക്കാലത്ത് ശേഖരിച്ച് വെച്ചിട്ടായിരുന്നു മഴക്കാലത്ത് തീ കത്തിക്കുന്നത്. ഇന്നോ വീടിൻ്റെ മുറ്റത്ത് ഗ്യാസ് കൊണ്ടുവന്നിറക്കും, അതൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കും. വിറക് കൊണ്ടുവരണം, അത് സ്റ്റോർ ചെയ്യണം, വെട്ടിക്കീറണം, അല്ലേ? പിന്നെ അതൊന്ന് കത്തിച്ച് കിട്ടണമെങ്കിൽ രാവിലെ പ്രത്യേകിച്ച് മഴക്കാലത്ത് എന്തോ ഒരു പാടാ. അന്ന് തെങ്ങൊക്കെ ആ പ്രദേശത്തായി വരുന്നുള്ളൂ, ചൂട്ടൊന്നുമില്ല, വലിയ പ്രശ്നം. ഒരല്പം മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് വളരെ കഷ്ടപ്പെട്ട് തീ പിടിപ്പിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പണികളൊന്നുമില്ല. പണ്ട് കിണറും ഓലയും ഒക്കെ ആയിരുന്നു, ഒരുപക്ഷെ തോടുകളിൽ നിന്നൊക്കെ ആയിരുന്നു വെള്ളം ശേഖരിച്ചിരുന്നത്. അപ്പോൾ ഒരുപക്ഷെ മീറ്ററുകളും കിലോമീറ്ററുകളും അല്ലെങ്കിൽ 200-200-300 മീറ്ററൊക്കെ പോയി വെള്ളം ശേഖരിച്ച് കൊണ്ടുവന്ന് വീട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതും സഹോദരിമാർക്കിപ്പോൾ ഇല്ല. കിണറുള്ളവർക്ക് കിണറ്റിൽ നിന്ന് തൊട്ടിയിൽ എന്തോരം വെള്ളം കോരണമായിരുന്നു, അതിപ്പോൾ ആവശ്യമില്ല. പിന്നെ ഒരു വീട്ടിൽ സാധാരണഗതിയിൽ 4 നേരമായിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത് ഭക്ഷണം. 4 നേരം, രാവിലെ, ഉച്ചയ്ക്ക്, ഒരു 4:30-5 മണിക്ക്, പിന്നെ രാത്രി 8 മണിക്ക്, 4 നേരം. ഈ 4 നേരത്ത് ഏറ്റവും ചുരുങ്ങിയത് 2 നേരമെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണം. പലരും 3 നേരവും 4 നേരവും ഉണ്ടാക്കുമായിരുന്നു. ഇന്നെങ്ങനെയാണ്? ആഴ്ചയിൽ 2 നേരം ഉണ്ടാക്കും, 7 ദിവസം കഴിക്കും. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയും അധ്വാനമൊന്നുമില്ല. അരയ്ക്കാൻ ഇന്ന് എവിടെയാണ്? മിക്സിയാണ്. അപ്പോൾ പ്രസവമില്ല, വിറകില്ല, വെള്ളമില്ല, അരയ്ക്കലില്ല, ഇങ്ങനത്തെ യാതൊരു പരിപാടികളും ഇല്ല. അപ്പോൾ സഹോദരിമാരൊക്കെ വളരെ ഫ്രീ ആയിട്ട് അങ്ങനെ മൊബൈലൊക്കെ കണ്ട് TV ഒക്കെ കണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് ലോകം മാറിപ്പോയി. വചനം എന്താ പറയുന്നേ? ആയുഷ്കാലമൊക്കെയും കൈകൊണ്ട് വേല ചെയ്യുന്ന സഹോദരിമാരെ പഴയ നിയമത്തിൽ പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, യോഗ്യതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നേ. അപ്പോൾ സഹായം ചെയ്യാൻ അർഹതയുള്ള യോഗ്യരായവർക്ക് ചെയ്യാതിരിക്കരുത് എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത് അവരവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് ജീവിക്കാൻ തയ്യാറുള്ളതും അധ്വാനിക്കുന്നവരുമായിട്ടുള്ള ആളുകളായിരിക്കണം. അങ്ങനെ അവരുടെ അധ്വാനം കൊണ്ട്, അധ്വാനിക്കാൻ കഴിയാത്തവരോ അധ്വാനം കൊണ്ട് അവർക്ക് നേടാൻ അല്ലെങ്കിൽ അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നില്ല എങ്കിൽ മാത്രമാണ് അവർക്ക് യോഗ്യത എന്ന് പറയുന്നത്. എന്നാൽ പണിയാൻ, അങ്ങനെ ജോലി ചെയ്യാൻ മനസ്സില്ലാത്ത ആളുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ആളുകളൊക്കെ ധാരാളമുണ്ട്, സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് വചനത്തിലും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കിങ്ങനെയാണ് ഇവിടെ വായിക്കാൻ കഴിയുന്നത്. സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. അപ്പോൾ ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം എങ്ങനെയാണ് പ്രാപിക്കുന്നത്? ഞങ്ങളോട് കേട്ട പ്രമാണം എന്നാണോ? ഞങ്ങൾ പഠിപ്പിച്ച പ്രമാണം എന്നാണോ? അല്ല, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുക മാത്രമല്ല, അവരിൽ നിന്ന് അവർ ചെയ്തതുമായിട്ടുള്ള, അവരിൽ കണ്ടതുമായിട്ടുള്ള പ്രമാണം എന്നാണ് പ്രാപിച്ച പ്രമാണം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും, ഇവിടെ സഹോദരന്മാർക്ക് പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം നൽകിക്കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഏത് സഹോദരനോടും അകന്നുകൊള്ളണം. അപ്പോൾ സഹോദരന്മാരോട് അകൽച്ച നിലനിർത്താൻ കഴിയുമോ? സഭയിൽ എല്ലാവരും ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ്, അത് ചേർന്നിരിക്കണമെന്നൊക്കെയല്ലേ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ വീണ്ടും കേട്ടത്, അല്ലേ? അങ്ങനെയല്ലേ കേട്ടേ? ഇപ്പം പറയുന്നു, വചനം വായിക്കുമ്പോൾ പറയുന്നു, ചില ആളുകളോട് അകന്നുകൊള്ളണം. ക്രമം കെട്ട്, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം, അടുത്തുകൊള്ളണം എന്നുള്ളതല്ല. സാധാരണഗതിയിൽ ക്രമം കെട്ടവരോട് അടുക്കുന്നതിനുള്ള ഒരു പ്രവണത ആളുകൾ കാണിക്കും. അത് ക്രമം കെട്ടവരാണ് അങ്ങനെ ക്രമം കെട്ടവരോട് അടുക്കുന്ന പ്രവണത കാണിക്കുന്നത്. ക്രമം കെട്ടവരെ ക്രമപ്പെടുത്താനായിട്ടുള്ള അടുക്കൽ എപ്പോഴും നല്ലതും വചനപ്രകാരവുമാണ് എന്നുള്ളതും ഒരു സത്യം. എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അങ്ങനെയാണോ?
ആരെങ്കിലും ബാക്കി എടുത്തിട്ടുണ്ടോ? തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം. സഹോദരനോട് മകന്നുകൊള്ളണം എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്നാണോ? എങ്ങനെ എഴുതിയേക്കുന്നേ? ആജ്ഞാപിക്കുന്നു, അല്ലേ? ആജ്ഞാപിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമായിട്ടുള്ള, കൽപ്പിക്കുന്നു എന്നാണ്. അതായത് നിങ്ങളുടെ സഭയിൽ ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിട്ട് അകന്നുകൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ശരി. എന്നിട്ട് എന്താണ് ഈ ക്രമം കെട്ട് നടക്കുന്ന നടപ്പ് എന്താണ് എന്നാണ് പിന്നെ താഴേക്കുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെ എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടക്കുന്ന ചിലരുണ്ട്, പക്ഷെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല. ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടുമില്ല. പ്രയാസത്തോടും കൂടെ അധ്വാനത്തോടും നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോന്നു. അപ്പോൾ രാവും പകലും പൗലോസപ്പസ്തോലൻ സുവിശേഷവും അറിയിച്ചു, രാവും പകലും പൗലോസപ്പസ്തോലൻ വേലയും ചെയ്തു. അപ്പോൾ ഈ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ യാതൊരു വക വേലയും ചെയ്യരുത് എന്ന് പറയുന്നതായിട്ടുള്ളൊരു പ്രമാണം ബൈബിളിൽ ഇല്ല. എന്തോ അതൊക്കെ ഇന്ന് വളരെ തലതിരിച്ച് ലോകത്തെ പഠിപ്പിക്കുകയും അതുകൊണ്ട് ഈ ക്രിസ്തീയ ശുശ്രൂഷ രംഗം എന്ന് പറയുന്നത് ലോകത്തിൽ ഉള്ള അനേകം ആളുകൾക്കും ഒരു നിന്ദിക്കാനായിട്ട്, അതായത് പണിയെടുക്കാതെ ഇരുന്ന് ജീവിക്കാനായിട്ടുള്ള ഒരു മാർഗമായിട്ടോ അതല്ല എങ്കിൽ കേവലം ഈ ശുശ്രൂഷയെ ഒരു തൊഴിലായിട്ടോ ലോകം മനസ്സിലാക്കുവാനും അങ്ങനെ ക്രിസ്തീയ ശുശ്രൂഷയെ പുച്ഛിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു അവസ്ഥ ലോകത്ത് ഉണ്ടായി. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോന്നു. അപ്പോൾ ഇത് ഏദനിൽ വെച്ചിട്ട് ദൈവം ആദം ഹവ്വമാരോട് പറഞ്ഞതിനോട് യോജിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. അധികാരമില്ലാഞ്ഞിട്ടല്ല, അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിനത്രേ. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും വരുത് എന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് സുവിശേഷമൊക്കെ പറഞ്ഞ് സഭയൊക്കെ സ്ഥാപിച്ച് അവരോട് കൂടി ഇരിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവരോട് അവിടെയും അപേക്ഷിക്കുകയല്ല, അവിടെയും ആജ്ഞാപിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു കൽപ്പന കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു ആ കൽപ്പന? വേല ചെയ്യാത്തവൻ തിന്നരുത്. വേല ചെയ്യാത്തവൻ തിന്നരുത് എന്ന് പറയുമ്പോൾ ഇന്ന് വേല ചെയ്തില്ല, ഇന്ന് തിന്നില്ല, നാളെ വേല ചെയ്തിരുന്നില്ല, നാളെ തിന്നുന്നില്ല, മറ്റന്നാൾ വേല ചെയ്യുന്നില്ല, മറ്റന്നാളും തിന്നുന്നില്ല, അല്ലേ? എത്ര ദിവസം തിന്നാതിരിക്കാൻ പറ്റും? എത്ര ദിവസം കഴിക്കാതിരിക്കാൻ പറ്റും? ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ വേല ചെയ്യാത്തവൻ തിന്നരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവന് ജീവിക്കാൻ യോഗ്യതയില്ലെന്ന്. അധ്വാനിക്കാൻ മനസ്സില്ലാത്തവന് ജീവിക്കാൻ യോഗ്യതയില്ല. പ്രിയമുള്ളവരെ, ഈ ക്ലാസ്സുകൾ കയറ്റം കിട്ടുമ്പോൾ പരീക്ഷാ പേപ്പറൊക്കെ, ചോദ്യപേപ്പറൊക്കെ വളരെ കടുപ്പമായിട്ട് വരുമല്ലേ? 1-ാം ക്ലാസ്സിലെ പിള്ളേരോട് ഇടുന്ന ചോദ്യപേപ്പറാണോ 2-ാമത്തെ ക്ലാസ്സിലെയും 3-ാമത്തെ ക്ലാസ്സിലെയും 4-ാമത്തെ ക്ലാസ്സിലെയും 5-ാമത്തെ ക്ലാസ്സിലെയൊക്കെ ആണോ? അല്ല, അല്ലേ? ഓരോ ക്ലാസ് പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം ഈ ചോദ്യങ്ങൾക്കും അവർ പഠിക്കുന്ന കാര്യങ്ങൾക്കുമൊക്കെ കൂടുതൽ ആഴവും വ്യാപ്തിയും ക്ലേശവും ഒക്കെ വരും. അപ്പം നിങ്ങളൊക്കെ ഇപ്പോൾ കുറേയേറെ ക്ലാസ്സുകൾ പാസ്സായി മുകളിലേക്ക് വന്നതുകൊണ്ട് ഇപ്പോൾ ഒരല്പം കഠിനമായ ചില കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് ഇത് കഠിന വാക്ക് എന്ന് പറഞ്ഞ് ആരും എഴുന്നേറ്റ് പോവുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി. അപ്പോൾ വേല ചെയ്യാൻ മനസ്സില്ലാത്തവൻ ജീവിക്കാൻ യോഗ്യനല്ല എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അത് ഒരല്പം മനോഹരമായ ഭാഷയിൽ തിന്നരുതെന്ന് പറഞ്ഞ് അങ്ങ് എഴുതിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? ആണോ? യോജിക്കുന്നുണ്ടോ? ഉണ്ട്, യോജിക്കുന്നുണ്ട്. ശരി. നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി
ക്രമം കെട്ട് നടക്കുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ ക്രമം കെട്ട് നടക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുന്നു അല്ലേ. തുടക്കത്തിൽ തന്നെ ക്രമം കെട്ടവരോടാകുന്നോളം ഞങ്ങൾ ക്രമം കെട്ട് നടന്നിട്ടില്ല. ഇപ്പോൾ അതിനെ എന്താ പറയുന്നത്, ക്രമം കെട്ട് നടക്കുന്നു എന്ന് കേൾക്കുന്നു. അങ്ങനെ ഒരു ശ്രുതി ഈ തെസ്സലോനിക്ക സഭയിൽ ചില ആളുകൾ ക്രമം കെട്ട് നടക്കുന്നു എന്നുള്ളൊരു ശ്രുതി അപ്പോസ്തലൻ്റെ അടുക്കൽ ചെന്നു. വളരെ ശക്തമായ ഭാഷയിൽ പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ആരെങ്കിലും അധ്വാനിക്കുന്നില്ല എങ്കിൽ ഭക്ഷണം കഴിക്കരുതെന്ന് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ക്രമം കെട്ട് നടക്കുന്നു എന്ന് കേൾക്കുന്നു. ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ച് പ്രബോധിപ്പിക്കുന്നു. ആജ്ഞാപിക്കലും കൽപ്പനയും പ്രബോധനവും. കൽപ്പന എന്ന് പറയുന്നത് ഒരു അധികാരഭാവത്തിലുള്ളതും പ്രബോധനം എന്ന് പറയുന്നത് അത് ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിലുള്ളതും. അപ്പോൾ കൽപ്പനയും പ്രബോധനവുമായിട്ട് തെസ്സലോനിക്കയിലെ ക്രമം കെട്ട് നടക്കുന്ന ആളുകളോട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എന്താണ്, നിങ്ങൾ സാവധാനത്തോട് വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ച് പ്രബോധിപ്പിക്കുന്നു. നിങ്ങളോ സഹോദരന്മാരെ നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേർതിരിപ്പിൻ. അപ്പോൾ ഞാൻ ഈ ലേഖനത്തിൽ മൊത്തം ഒന്ന് നോക്കിയപ്പോൾ അങ്ങനെ ഒരു കൽപ്പനയായിട്ടോ ആജ്ഞയായിട്ടോ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. നിങ്ങൾ 1-2 അധ്യായം വായിച്ചു നോക്കിയാൽ അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്കനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേർതിരിപ്പിൻ. അതുതന്നെയാണ് 6-ാം വാക്യത്തിൽ ഏത് സഹോദരനോടും അകന്നുകൊള്ളണം എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ജോലി എടുക്കാതെ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആളുകൾ ക്രമം കെട്ട് നടക്കുന്നവരാണ്. അവർ ജീവിച്ചിരിക്കുന്നതിൽ തന്നെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഭക്ഷണം കഴിക്കാനുള്ള യോഗ്യത അവർക്കില്ല. അവരെ വേർതിരിക്കണം, അവരുമായിട്ടുള്ള കൂട്ട് വെട്ടണം അല്ലേ. നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ, പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരുമായിട്ട് കൂട്ടുവെട്ടണം, അവരുമായിട്ടുള്ള സംസർഗം വിടണമെന്നും അകന്നുകൊള്ളണം എന്നുമാണ് പ്രമാണം. എങ്കിലും ശത്രു എന്ന് വിചാരിക്കാതെ സഹോദരൻ എന്ന് വെച്ച് അവനെ ബുദ്ധി ഉപദേശിക്കുക അത്രേ വേണ്ടത്. ശത്രുവായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല, അല്പം ഒന്നും മാറ്റി നിർത്തണം. അതാണ് ഇവിടുത്തെ വചനത്തിൻ്റെ പ്രമാണം എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും വേല ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇനി വേല ചെയ്യാൻ മനസ്സില്ലാത്തവൻ, അങ്ങനെയല്ലേ നമ്മൾ ശ്രദ്ധിച്ചോ ആ വാക്യം? മനസ്സില്ലാത്തവൻ അല്ലേ, വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുതെന്ന്. വേല ചെയ്യാത്തവൻ തിന്നരുതെന്നാണോ പറഞ്ഞേക്കണേ? മനസ്സില്ലാത്തവൻ തിന്നരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വേല ചെയ്യാത്തതും വേല ചെയ്യാൻ മനസ്സില്ലാത്തതും രണ്ടും രണ്ടാണ്. വേല ചെയ്യാൻ മനസ്സുണ്ട്, പക്ഷേ എൻ്റെ പ്രായമോ എൻ്റെ ആരോഗ്യമോ എന്നെ അനുവദിക്കുന്നില്ല. മക്കൾ അനുവദിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു വേലയും ചെയ്യാതെ അനങ്ങാതിരുന്നോണോ. പക്ഷെ മക്കൾ അനുവദിക്കുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ആരോഗ്യവും ശരീരവും നമ്മളെ അനുവദിക്കുന്നില്ല. നാം പ്രായത്തിലായി രോഗിയായി വേല ചെയ്യുവാനായിട്ട് മനസ്സുണ്ടെങ്കിലും സാധിക്കാത്ത അവസ്ഥയാണെങ്കിൽ ഈ പറഞ്ഞതൊന്നും അവർക്ക് ബാധകമല്ല. അപ്പോൾ എപ്പോഴാണ് സാധാരണഗതിയിൽ വേല ചെയ്യാൻ കഴിയാത്തവർ, മനസ്സുണ്ടായിട്ടും കഴിയാത്തതായിട്ടുള്ളൊരവസ്ഥ? എന്തെങ്കിലും മാരകമായിട്ടുള്ള രോഗം പിടിക്കുകയോ, അതല്ല എങ്കിൽ പ്രായം ഒക്കെ ആയി ചെവിയൊന്നും കേൾക്കുകയില്ല, കണ്ണൊന്നും കാണുകയില്ല, പിന്നെ നടക്കാനൊന്നും പറ്റുകയില്ല, എഴുന്നേക്കാൻ പറ്റാത്ത പരസഹായത്താൽ ജീവിക്കേണ്ടുന്ന സാഹചര്യത്തിൽ ആണ് നമുക്ക് വേല ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ നമ്മളങ്ങനെ വേല ചെയ്ത് അങ്ങനെ മുമ്പോട്ട് പോയാൽ നമുക്ക് വേല ചെയ്യാനുള്ള ആരോഗ്യം കുറേയും കൂടെ കാലം നീണ്ടു നിൽക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു പ്രായാധിക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം എങ്ങനെയാണ്? കഴിക്കണമല്ലോ അല്ലേ? മനസ്സില്ലാത്തത് കൊണ്ടല്ല വേല ചെയ്യാത്തത്, മനസ്സുണ്ട് പക്ഷേ സാധിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ?
നിങ്ങൾ ആരും ഒന്നും സഹകരിക്കുന്നില്ല. എന്താ, എന്ത് ചെയ്യണം? പറ, പെട്ടെന്ന് പറ. നല്ല ഭക്ഷണം കഴിക്കണം. ഇല്ല, അതിന് വില ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതിനുള്ള എവിടുന്ന സോഴ്സ്? തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്: വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാരുണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ. ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു. തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. അപ്പോൾ പ്രായമൊക്കെയായി ഇനി ജോലി ചെയ്യാനൊന്നും കഴിയുകയില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ പിന്നെ എന്താണ് അടുത്ത മാർഗം? പുത്രപൗത്രന്മാർ എന്ന് വെച്ചാൽ മക്കളും കൊച്ചുമക്കളും അവരുടെ ഉത്തരവാദിത്വം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. മക്കളും കൊച്ചുമക്കളും, മക്കൾ മാത്രമല്ല കേട്ടോ, വചനത്തിൽ അത് കൊച്ചുമക്കളെന്നും എഴുതിയിട്ടുണ്ട്, പൗത്രന്മാരെന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ആൺമക്കൾ ഉത്തരവാദികളാണെന്നാണോ എഴുതിയേക്കുന്നത്? പെൺമക്കൾക്ക് ഉത്തരവാദിത്വമില്ല, ആൺമക്കൾ ഉത്തരവാദിയാണെന്നാണോ എഴുതിയിരിക്കുന്നത്? അല്ലല്ലേ. പുത്രപൗത്രന്മാർ എന്ന് പറയുമ്പോൾ എല്ലാവരും അതിനകത്ത് ഉൾപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് കൂടിയും എൻ്റെ മാതാപിതാക്കന്മാരെ നോക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അവരുടെ മക്കൾക്കില്ല, കാരണം അന്നേരത്തേക്കുമൊക്കെ ഒരു തലമുറ കടന്നു പോകും എന്നുള്ളത് കൊണ്ടായിരിക്കാം അതെഴുതിയിട്ടില്ല. അപ്പോൾ വേല ചെയ്യാൻ കഴിയാത്ത ഒരു കാലഘട്ടം വന്നാൽ ആ കാലഘട്ടത്തിൽ ശുശ്രൂഷിക്കേണ്ടത് മക്കളും കൊച്ചുമക്കളുമാണ്. ഇനി മക്കളും കൊച്ചുമക്കളും അല്ല എങ്കിൽ അവർ തള്ളിക്കളഞ്ഞതാണ് എങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഉറക്കെ പറ. സഭ. ആരാ പറഞ്ഞേ? സുമസൗര്യ പറഞ്ഞ സഭ. അന്നേരം എന്തെങ്കിലും യോഗ്യത പറഞ്ഞിട്ടുണ്ടോ? ശരിയാണ്, സൗകര്യം പറഞ്ഞത് ശരിയാണ്. പക്ഷെ അതിന് ചില വ്യവസ്ഥകളുണ്ട്. എന്താണ് ആ വ്യവസ്ഥകൾ? സഭ ഒരു ആളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെങ്കിൽ അതിനുള്ള വ്യവസ്ഥകൾ എന്തുവാ? ഇപ്പോൾ ഒരു വിധവയെ സംബന്ധിച്ച് പറയുമ്പോഴാണ് തിമോത്തിയോസ് അത് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത്: സൽപ്രവൃത്തികളാൽ ശ്രുതിപ്പെട്ട് ഏകഭർത്താവിൻ്റെ ഭാര്യയായിരുന്ന 60 വയസ്സിന് താഴെയല്ലാത്ത വിധവ മക്കളെ വളർത്തുകയോ അതിഥികളെ സൽക്കരിക്കുകയോ വിശുദ്ധന്മാരുടെ കാലുകളെ കഴുകുകയോ ഞെരുക്കമുള്ളവർക്ക് മുട്ടു തീർക്കുകയോ സർവ്വ സൽപ്രവൃത്തിയും ചെയ്തു പോരുകയോ ചെയ്തുവെങ്കിൽ അവളെ തിരഞ്ഞെടുക്കാം. അപ്പോൾ സഭ ഒരു സഹോദരിയുടെ അല്ലെങ്കിൽ ആരും സഹായിക്കാനില്ലാത്ത ഒരാളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെങ്കിൽ ആ സഹോദരി പ്രാപ്തിയോടെ ജീവിച്ച കാലത്ത്, ആരോഗ്യത്തോടെ ജീവിച്ച കാലത്ത് ആ സഹോദരി ചെയ്തു പോരുന്നതായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തിമോത്തിയോസിന് എഴുതിയ ലേഖനം പഠിച്ചപ്പം നമ്മളിത് പഠിപ്പിച്ചതാണ്. അതിന് മുമ്പും പിൻപും ഒക്കെ പല പ്രാവശ്യം ഈ വേദഭാഗങ്ങൾ നമ്മുടെ ചർച്ചയിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ, അതായത് ഇവിടെ വായിച്ചതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, ദൈവസഭയ്ക്ക് വേണ്ടി ദൈവജനത്തിന് വേണ്ടി ജീവിച്ച ഒരാളാണെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം സഭ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ വേണ്ട. ദൈവവചനം വളരെ കർശനമാകട്ടോ. തൻ്റെ ജീവനെ നേടുവാൻ ഇച്ഛിക്കുന്നവൻ അതിനെ കളയും. സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥമായിട്ടുള്ള ജീവിതം നയിച്ചിരിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് അവരൊരു പക്ഷേ ഏതെങ്കിലും ഒരു സഭയിൽ കേവലം ഒരു അംഗത്വമുണ്ടായിരുന്നു, പക്ഷേ ദൈവസഭയിൽ അവരെ ഒരു അംഗമായിട്ട് ദൈവം കണ്ടിട്ടില്ലാത്തത് കൊണ്ടായിരിക്കണം ഇവിടെ അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചിരിക്കുന്നത്. ക്ലാസ് ഇത് 10ാം ക്ലാസ്സിനും അപ്പുറം നിലവാരം കൂടി അല്ലേ? നമ്മുടെ പഠനം നിലവാരം കൂടി. അപ്പോൾ പിന്നെ നമ്മളൊക്കെ ജീവിക്കുന്ന കാലത്ത് നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കണം? ദൈവസഭയ്ക്ക് വേണ്ടി ജീവിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം. നമുക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിതം ആണ് എങ്കിൽ അത് വ്യർത്ഥമാണ്. അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ച് വചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. വചനത്തിലെ സഭാജീവിതം എന്ന് പറയുന്നത് അവരൊറ്റക്കെട്ട്, ഒരഭിപ്രായം, ഒരു മനസ്സ്, അവരൊരുമിച്ച് ജീവിച്ച് എല്ലാം പൊതുവക എന്നെണ്ണി ജീവിച്ചതായിട്ടുള്ള ജീവിതമാണ് സഭയിൽ ഉണ്ടായിരുന്നത്, ഉണ്ടാകണം എന്ന് കൽപ്പിച്ചിട്ടുള്ളത്.
ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ കാര്യം നോക്കിക്കൊള്ളാം എന്ന് വിചാരിച്ച് ഒരുപക്ഷെ ഞായറാഴ്ചകളിൽ മാത്രം വന്ന് സഭാജീവിതം നയിച്ച ആളുകളെ സംബന്ധിച്ച് ദൈവസഭയ്ക്ക് യാതൊരു വക ഉത്തരവാദിത്വവും ഇല്ല. മക്കളെ വളർത്തുന്നതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ നമ്മൾ പൊതുവിൽ ആളുകളോട് ചോദിച്ചാൽ, മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് പറയും അല്ലേ, മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന്. ഒരു സമയം മക്കൾ തിരിച്ചു പറയുന്നൊരു വാക്ക് ഞാൻ നിങ്ങളോട് പറയാം. ഇവരൊന്നും മരിച്ചായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്ന് ജീവിക്കായിരുന്നു. എൻ്റെ ഒരു വല്യമ്മ രോഗിയായി മരണാസന്നയായി ഞങ്ങളുടെ ഭവനത്തിലായിരുന്നു, എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും കൂടെയായിരുന്നു. അപ്പോൾ രോഗം മൂർച്ഛിച്ച് കഴിയുമ്പോൾ ആളുകളെയൊക്കെ മക്കളെയൊക്കെ അറിയിക്കും, അവരൊക്കെ വരും. ഒരു പ്രാവശ്യം വന്നു, മരിച്ചില്ല, സുഖപ്പെട്ടു. അടുത്ത പ്രാവശ്യം വന്നു, അപ്പം മരിക്കുന്ന ലക്ഷണം കാണുന്നില്ല. എല്ലാവരും എന്തോ ഒരു വിഷമത്തിലായിരുന്നറിയാവോ, എന്തോ ഒരു കഷ്ടത. മരിക്കുന്നില്ല, ഒന്ന് മരിച്ചു കിട്ടിയായിരുന്നെങ്കിൽ ഈ ഓരോ വരവിനും വണ്ടിക്കൂലിയും കഷ്ടവും, പിള്ളേർക്ക് പഠനമുണ്ട്, പിന്നെ ജോലിയുണ്ട്, അല്ലെങ്കിൽ കൃഷിപ്പണിയുണ്ട്, അങ്ങനെ പല പല പ്രയാസങ്ങളുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയായിരുന്നുവെങ്കിൽ നമുക്ക് കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് നമ്മുടെ സ്വന്തം കാര്യത്തിന് പോകാമായിരുന്നു. ഇതാണ് മക്കൾക്ക് വേണ്ടി ജീവിച്ചാൽ മക്കൾ നമുക്ക് വേണ്ടി വെച്ചിട്ടുള്ള വാക്കുകൾ. നമ്മൾ സമ്പാദിച്ചതായിട്ടുള്ള സ്വത്തും നമ്മൾ വിട്ടേച്ച് പോകുന്നതായിട്ടുള്ള ബാങ്ക് ബാലൻസും നമ്മൾ കൊടുക്കുന്നതായിട്ടുള്ള സ്വർണവും ഒക്കെ കൈക്കലാക്കാൻ, അല്ലേ, ഒന്ന് മരിച്ചു കിട്ടിയാൽ ആ വസ്തുവിൻ്റെ അവകാശം ഒന്ന് കിട്ടുമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾ എത്രയോ ഉണ്ട്. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ഉള്ളതായ ജീവിതമല്ലാത്ത എല്ലാ ജീവിതത്തിൻ്റെയും അർത്ഥം എന്ന് പറയുന്നത്, അവസാനം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിക്കും. മക്കളെ പഠിപ്പിക്കണമെന്നോ മക്കളെ വളർത്തണ്ടെന്നോ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധ വേണ്ടെന്നോ ഒന്നുമല്ല, അല്ലേ, അതൊക്കെ വേണം. പക്ഷേ അതൊക്കെ ദൈവികമായിട്ടുള്ള നിയോഗങ്ങൾക്ക് വിധേയപ്പെട്ടായിരിക്കണമെന്ന് മാത്രമാണ്. എൻ്റെ മക്കൾ, ഞാനും എൻ്റെ മക്കളും എന്നുള്ള നിലയിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോയിട്ട് ദൈവസഭയെ നാം നിരസിക്കുകയോ അല്ലെങ്കിൽ ദൈവസഭയെ കൂട്ടാക്കാതെയോ ഞാനും എൻ്റെ മക്കളും യഹോവയെ സേവിക്കുന്നുമല്ല, ഞങ്ങളുടെ ഇഷ്ടങ്ങളെ സേവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നാം ചുരുങ്ങിപ്പോയാൽ, പ്രിയമുള്ളവരെ, ഒരു വലിയ നഷ്ടമാണ് നമുക്ക് ഉണ്ടാകുവാനായിട്ട് പോകുന്നത്. ഈ തനിക്കുള്ളവർക്കും സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. അപ്പോൾ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനാകുന്ന ഒരവസ്ഥ വരെ വിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ 2 ആഴ്ച മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി, അല്ലേ. നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നു? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിക്കുന്നത് എനിക്ക് കാംക്ഷയുണ്ടത്, അത് അത്യുത്തമമല്ലോ, അത്യുത്തമം. എന്നാൽ ഈ ലോകത്തിൽ ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കും, നിങ്ങളെ പ്രതിയിരിക്കും. അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിലൊരു സഭയിലെ അംഗമെന്ന് പറയുവാനായിട്ട് കഴിയുള്ളൂ. ശരി, അപ്പോൾ യോഗ്യരായവർക്ക് കൊടുക്കണമെന്നുള്ളതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യോഗ്യതയെക്കുറിച്ച് പറയുമ്പോൾ, ഒന്നാമത് അവർ അധ്വാനിക്കാൻ മനസ്സില്ലാത്ത ആളുകളാണെങ്കിൽ അവരെ സഹായിക്കാനായിട്ടുള്ള യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് മാത്രവുമല്ല, അവരോട് അകന്നുകൊള്ളണം, അവരെ വേർതിരിക്കണം, പക്ഷെ ശത്രു എന്ന് വിചാരിക്കരുത്. ശരിയല്ലേ? ഞാൻ പറയുന്നതിൽ നിങ്ങൾ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ശത്രു എന്ന് വിചാരിക്കരുത്. പിന്നെ അധ്വാനിക്കാൻ കഴിയുന്ന ആളുകൾ, അധ്വാനിക്കാൻ കഴിയാത്ത ആളുകളെക്കുറിച്ചാണെങ്കിൽ അവരുടെ മക്കളും കൊച്ചുമക്കളും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നോക്കണം. ഇനി അങ്ങനെ ആരും നോക്കാനില്ല എങ്കിൽ അവരെ സഭ നോക്കണം. പക്ഷേ വ്യവസ്ഥകൾ ഉണ്ട്. പിന്നെ നമുക്ക് ആളുകൾ
ദുർവ്യയം ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ ധാരാളമുണ്ട്, അല്ലേ? നാം എത്ര അധ്വാനിച്ചാലും ആ അധ്വാനിച്ച് കിട്ടുന്നതായിട്ടുള്ള പൈസ അത് ആർഭാടത്തിനും അല്ല എങ്കിൽ ദൈവവചനം അംഗീകരിക്കാത്തതായിട്ടുള്ള നിലയിലുള്ള ചെലവുകൾക്ക് ഉപയോഗിച്ചാൽ ഞാൻ വിചാരിക്കുന്നു അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും വചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും അവരെയും ഒരു സഹായത്തിന് അവരും അർഹതയില്ല അല്ലെങ്കിൽ യോഗ്യതയില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം ഞാൻ ദൈവത്തിൻ്റെ ആണെങ്കിൽ എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെയാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ദുർവ്യയം ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റെയാണ് എന്ന് ചിന്തിച്ചാൽ അവിടെ തെറ്റിപ്പോയി. അത് വചനത്തിൻ്റെ പ്രമാണത്തിനെതിരാണ്. നാം എന്തെങ്കിലും എടുത്ത് അതൊരു 10 രൂപയാണെങ്കിൽ പോലും എടുത്ത് തെറ്റായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അനാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ ദൈവത്തിൻ്റെ അവകാശത്തിൽ നിന്നും നാം കവർന്നെടുത്ത് ദുരുപയോഗം ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പം അങ്ങനെയുള്ളവർക്കും സഹായത്തിൻ്റേതായിട്ടുള്ള ആവശ്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ സഹായം ലഭിക്കുവാൻ പ്രാപ്തരായിട്ടുള്ള അല്ലെങ്കിൽ അതിന് യോഗ്യരായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും സഭയിലുണ്ട്, അതുപോലെ തന്നെ സമൂഹത്തിലുമുണ്ട്. എല്ലാവർക്കും സമൂഹത്തിലും ഉള്ള ആളുകൾക്കും നന്മ ചെയ്യുവാനായിട്ട്, ലോകത്തിന് പ്രകാശമാകുവാനായിട്ട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എനിക്ക് അധ്വാനിച്ച് മിതവ്യയം ചെയ്ത് പൈസ ഉണ്ടാക്കി മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളതായിരിക്കണം ആളുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. എല്ലാവരും എന്നെ സഹായിക്കട്ടെ എന്നുള്ള ലക്ഷ്യം ആർക്കും ഉണ്ടാകാനായിട്ട് പാടില്ല. അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് കൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ട് നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരും, നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാവരും എന്നെ സഹായിക്കണമെന്ന് ഒരിക്കലും ആയിരിക്കരുത്. എനിക്ക് എങ്ങനെയെങ്കിലും എല്ലാവരെയും അല്ലെങ്കിൽ യോഗ്യന്മാരായിട്ടുള്ള ആളുകളെ സഹായിക്കണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതായിരിക്കണം നമ്മളുടെ അധ്വാനത്തിൻ്റെ ലക്ഷ്യം. നമ്മൾ എഫേസ്യ ലേഖനം പഠിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. എന്താ പഠിച്ചേ? കള്ളൻ ഇനി കക്കാതെ വേല ചെയ്ത് സ്വന്തം കൈകൊണ്ട് വേല ചെയ്ത് അധ്വാനം ജീവിച്ചോണമെന്നാണോ? ആണോ? കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവർക്ക് ദാനം ചെയ്യാൻ ഉണ്ടാകേണ്ടതിന് സ്വന്തം കൈകളാൽ അധ്വാനിക്കണമെന്നാണ്. അപ്പോൾ അവിടെ അധ്വാനത്തിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം എന്താണെന്നാണ് പറയുന്നത്? ദാനം ചെയ്യാൻ ഉണ്ടാകേണ്ടതിന്, മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഉണ്ടാകേണ്ടതിന്. നമ്മൾ അധ്വാനിക്കുമ്പോൾ നമ്മളുടെ ചിന്ത പലപ്പോഴും അങ്ങനെയുണ്ടോ? മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ടാകേണ്ടതിന് വേണ്ടി കൂടി ഞാൻ അധ്വാനിക്കണം എന്നുള്ള ചിന്ത ആർക്കെങ്കിലും ഉണ്ടോ? സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് സ്വന്തം വേല ചെയ്ത് ജീവിക്കണം എന്നുള്ളത് അതൊരു ആഗോള നിയമമാണ്. അത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം മുതൽ, അല്ലെങ്കിൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ ഉള്ളതായ ഒരു കാര്യമാണ്. അങ്ങനെ അധ്വാനിക്കാൻ മനസ്സിലാത്തവൻ തിന്നരുതെന്നുമുണ്ട്. പക്ഷെ അധ്വാനിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം അധ്വാനിച്ചാൽ പോരാ, മുട്ടുള്ളവർക്ക് ദാനം ചെയ്യാനുണ്ടാകേണ്ടതിന് നിങ്ങൾ അധ്വാനിക്കണം എന്ന് പറയുന്ന പ്രമാണം വചനത്തിലെ പ്രമാണമാണ്. അപ്പോൾ അതൊരു നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ളവരെ താങ്ങുക, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. അങ്ങനെ ലക്ഷ്യമുണ്ടെങ്കിൽ അതിനുള്ള മാർഗങ്ങളും ദൈവം നമുക്ക് ഒരുക്കിത്തരും. എങ്ങനെയൊക്കെയാണ് ഒരുക്കി തരിക? നമുക്ക് ജോലി തരും, ജോലി ചെയ്യാൻ ആരോഗ്യം തരും, അല്ലേ? അങ്ങനെയൊക്കെ ദൈവം നമുക്ക് അതിനുള്ള സാധ്യതകൾ, അങ്ങനെ ഒരു ആഗ്രഹം, അല്ലേ? ദൈവവചനപ്രകാരമുള്ള നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ലെന്നാണ് പറയുന്നത്. അല്ല, നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് ആരോഗ്യം തരണം, എനിക്ക് തൊഴിൽ ചെയ്യണം, എന്നിട്ട് എനിക്ക് ദൈവസഭയെ സേവിക്കണം, ദൈവജനത്തെ സേവിക്കണം. എത്രയോ മനോഹരമായ ദൈവവചനപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയാണ്. ദൈവം ആ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നു വിചാരിക്കുന്നു? കേൾക്കും. അപ്പോൾ നമ്മുടെ പ്രമാണം എന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ളവരെ
സഹായിക്കുക എന്നുള്ളതായിരിക്കണം. അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള മനോഭാവം പോലും ഇല്ലാത്ത ആളുകൾക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള സഹായം ലഭിക്കാനായുള്ള അർഹതയുമില്ല എന്നുള്ളത് അതിൻ്റെ മറുവശമാണ്. എനിക്ക് ദൈവജനത്തെ സഹായിക്കണം, മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനുണ്ടാകണം എന്നുള്ള മനോഭാവം നമ്മളിൽ ഇല്ലെങ്കിൽ അങ്ങനെ ലഭിക്കാനായിട്ടുള്ള അർഹതയും നമുക്ക് ഇല്ല. റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ നാം പ്രകാരം വായിക്കുന്നു, അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത് എന്ന് വെച്ചാൽ നമുക്ക് കൊടുത്തു തീർക്കാൻ കഴിയുന്നതായ കാര്യങ്ങളൊക്കെ കൊടുത്തു തീർക്കണം എന്നുള്ളതാണ്. എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ 40-45 വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് ഞാൻ മനസ്സിലാക്കിയതായ ഒരു കാര്യം, സാമ്പത്തികമായിട്ട് വളരെ ക്ലേശത്തിലൂടെ കടന്നു പോയതായിട്ടുള്ള അനേക സഹോദരി സഹോദരന്മാരും മറ്റ് സഹോദരന്മാരുടെ ഒക്കെ സഹായം അവരവരുടെ ജീവിതത്തിൽ ആ കാലഘട്ടത്തിൽ അനുഭവിച്ചുവെങ്കിലും അവർ സമ്പന്നരായി, അവരുടെ മക്കളൊക്കെ വളരെ സമ്പന്നരായി, അവരൊക്കെ വിദേശത്തൊക്കെ വലിയ ജോലിക്കാരായി. ആ കടം കൊടുത്തു വീട്ടാനോ അല്ല മറ്റ് ആവശ്യത്തിലുള്ളവരെ സഹായിക്കാനോ അവരുടെ ആരുടെയും കരങ്ങൾ നീളുന്നില്ല എന്നുള്ളത് സങ്കടത്തോടെ ഞാൻ ഓർക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു വിരോധാഭാസം ഞാൻ ഇന്നലെ ഒരു സഹോദരനുമായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ ആ സഹോദരൻ പറഞ്ഞൊരു സംഭവം, നടന്നൊരു കാര്യമാണ്. ഒരു കക്ഷി ഒരു 40-45 വർഷം മുമ്പ് ഒരു 200 രൂപ ഒരാളുടെ അടുത്ത് കടം വാങ്ങിച്ചു. രണ്ടുപേരും കോഴിക്കോട് ജില്ലക്കാരാണ്. 200 രൂപ ഒരു 40-45 വർഷം മുമ്പ് കടം മേടിച്ചു. അത് കൊടുത്തിട്ടില്ലായിരുന്നു. ഈ 45 വർഷം കഴിഞ്ഞപ്പം ഈ കടം മേടിച്ചയാൾ അമേരിക്കയിലാണ്, നല്ല ജോലിയിലാണ്, സമ്പത്തൊക്കെ ഇഷ്ടം പോലെയുണ്ട്. 45 വർഷത്തിന് ശേഷം അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോൾ ഇതൊരു സഹോദരനാണ് കേട്ടോ, ആ പറഞ്ഞ സഹോദരനെ പോയി കണ്ട്, സഹോദര, നിങ്ങളുടെ അടുക്കൽ നിന്നും ഒരു 200 രൂപ ഒരു 45 വർഷം മുമ്പ് ഞാൻ വാങ്ങിച്ചിരുന്നു, ആ 200 രൂപ ഇന്നാ പിടിച്ചു. എത്ര ദയനീയമാണ് ദൈവമക്കൾ എന്ന് പറയുന്നവരുടെ കഥ, അവരുടെ ചരിത്രം. ഇത് ഇന്നലെ എൻ്റെ അടുത്ത് നേരിട്ട് ഈ പൈസ ലഭിച്ചയാൾ എൻ്റെ ഒരടുത്ത സുഹൃത്തിനോട് പറഞ്ഞതാണ്, സഹോദരനോട് പറഞ്ഞതാണ്. ഇതൊക്കെയാണ് മനുഷ്യരുടെ ജീവിതത്തിലെ പ്രമാണങ്ങളും കാഴ്ചപ്പാടുകളും എന്നൊക്കെ പറഞ്ഞ് എത്രയോ ദയനീയമാണ്. 45 വർഷം മുമ്പ് 200 രൂപയ്ക്ക് ഒരുപക്ഷെ ഒരേക്കർ സ്ഥലം മേടിക്കാൻ കിട്ടുമായിരുന്നു, ഇല്ലേ? ഒരേക്കർ സ്ഥലം മേടിക്കാൻ കിട്ടുമായിരുന്നു. ഇന്ന് കൊണ്ടുവന്ന് 200 രൂപ കൊടുത്തേച്ച് കടം വീട്ടിയെന്ന് ആശ്വസിക്കുന്ന കപട വിശ്വാസികളുള്ളതായിട്ടുള്ളൊരു ലോകമാണ് ഈ ലോകം. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ചിന്തയൊന്നും ആരോടും ഒന്നും കടംപെട്ടിരിക്കുക, നമുക്ക് കൊടുത്തു തീർക്കാൻ കഴിയുന്ന ഒരു ജീവിത സാഹചര്യം ദൈവം തന്നാൽ നമ്മൾ കൊടുത്തു വീട്ടുക. അത് കാരണം അങ്ങനെ നൽകുന്നതായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വീണ്ടും അനേകം ആളുകൾ കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ ജീവിതത്തിൽ അവർ കണ്ടുമുട്ടും. അവരങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്ക് തിരിച്ചു കൊടുത്താൽ കൂടുതൽ ആളുകൾക്ക് സഹായം ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. അതുകൊണ്ട് അങ്ങനെ കൊടുത്തുവിടാൻ പറ്റുന്നതെല്ലാം കൊടുത്തുവിടണം. എന്നാൽ കൊടുത്തുവിടാൻ പറ്റാത്ത നിലയിൽ ഉള്ളതായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്, ആളുകളുണ്ട്. അതൊക്കെ കൊടുത്തുവിടണമെന്നൊന്നുമില്ല എന്നുള്ളതും ഈ സമയത്ത് പ്രസ്താവ്യമാണ്. ശരി, പിന്നെ മറ്റൊരു കാര്യം ഇതിനു മുമ്പ് ഇവിടെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്താൽ അത് മറ്റുള്ളവർ ആരും അറിയരുത്, അല്ലേ? അറിയരുതെന്നല്ലേ നമ്മൾ പഠിപ്പിച്ചേ? അത് ശരിയാണ്. എന്നാൽ ഇതിനൊരു മറുവശവും കൂടിയുണ്ട്. അറിയരുത് എന്ന് പറയുമ്പോൾ അറിയിക്കേണ്ടതിന് വേണ്ടി കൊടുക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രമാണമെന്ന് പറയുന്നത്. മറ്റുള്ളവർ അറിയണം ഞാനങ്ങനെ സഹായിക്കുന്നവനാണെന്നുള്ള ഒരു പേര് എനിക്ക് വേണം. അത് സമ്പാദിക്കുന്നതിന് വേണ്ടി കൊടുക്കരുത്, അല്ലേ? കുഴലൂത്തുകാരെയൊക്കെ നിർത്തി പൈസയൊക്കെ കൊടുത്തല്ലേ, അല്ലെങ്കിൽ പേപ്പറിൽ പബ്ലിഷ് ചെയ്യുന്നു,
അങ്ങനെ പരസ്യമായിട്ട് ഞാൻ അവിടെ ഇവിടെ എന്നൊക്കെ വിളിച്ചു പറയുന്നു. പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഈ യോഗ്യതകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ എന്താ വായിക്കുന്നത്? നമ്മൾ വായിച്ചത് എന്തെന്നാണ്? തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ സൽപ്രവൃത്തികളാൽ ശ്രുതിപ്പെട്ട് എല്ലാം ഏറ്റവും രഹസ്യമായിട്ടാണ് ചെയ്തതെങ്കിൽ ഈ സൽപ്രവൃത്തികളാൽ ശ്രുതിപ്പെടാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്താ വീണ്ടും പറയുന്നത്? അതിഥികളെ സൽക്കരിക്കുകയോ വിശുദ്ധന്മാരുടെ കാലുകളെ കഴുകുകയോ ഞെരുക്കമുള്ളവർക്ക് മുട്ടു തീർക്കുകയോ സർവ്വ സൽപ്രവൃത്തികളും ചെയ്തു പോരുകയോ ചെയ്തുവെങ്കിൽ. അപ്പോൾ ഇതൊക്കെ ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ അറിയണമെങ്കിൽ ഇതൊക്കെ പരസ്യമായിരിക്കുന്ന കാര്യങ്ങളല്ലേ, അല്ലേ? എല്ലാം 100% രഹസ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആരെങ്കിലും ചെയ്തതായിട്ട് നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ വചനത്തിലെ പ്രമാണം എന്ന് പറയുന്നത് മറ്റുള്ളവർ അറിയേണ്ടതിന് വേണ്ടി കൊടുക്കരുത്. പക്ഷെ നിങ്ങൾ ആരും ഒരിക്കലും അറിഞ്ഞു പോയാൽ അതൊരു വലിയ പാപമാണ് എന്നുള്ള നിലയിൽ അതിനെ ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നമ്മളെ സ്വന്തം മഹത്വത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ സ്വന്തം മഹത്വം ഈ ഭൂമിയിൽ കിട്ടും. ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലമൊന്നും ഉണ്ടാകുകയില്ല. എന്നാൽ സ്വന്തം മഹത്വത്തിന് വേണ്ടിയല്ല, പേരിനും പ്രശസ്തിക്കും വേണ്ടിയല്ല, അത് നമ്മളുടെ, അതായത് ഈ സൽപ്രവൃത്തികൾ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തിരഞ്ഞെടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. അതിൽ ആർക്കും ഒഴിവുകഴിവില്ല. എല്ലാ ദൈവമക്കളും ദൈവം ഒരാളെ രക്ഷിക്കുമ്പോൾ അവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് കുറച്ച് സൽപ്രവൃത്തികൾ മുന്നൊരുക്കിയിട്ടാണ് രക്ഷിക്കുന്നത്. വചനം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ സൽപ്രവൃത്തികളാൽ സ്തുതിപ്പെട്ട് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ സൽപ്രവൃത്തി ചെയ്യുന്നതായിട്ടുള്ള ആളുകളുടെ പ്രവൃത്തികളൊക്കെ അങ്ങനെ പലപ്പോഴും വെളിപ്പെട്ട് വരും. അതെല്ലാം ഏറ്റവും രഹസ്യമായിട്ട് ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതുകൊണ്ട് മനുഷ്യൻ മഹത്വം എടുക്കുവാനോ അല്ലെങ്കിൽ ആരെയെങ്കിലും സ്വാധീനിക്കുവാനോ സ്വാധീനിക്കപ്പെടുവാനോ ഒന്നും അങ്ങനെ ഇടയാവരുത്. അങ്ങനെ പരസ്പര സഹകരണങ്ങൾ കൊണ്ട് സഭയിൽ ചില ഗ്രൂപ്പുകൾ ഉണ്ടാകാൻ, പല സഭകളിലും അങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടാകാനായിട്ടൊന്നും ഇടവരരുത്, അങ്ങനെയൊന്നും പാടില്ല എന്നുള്ളതാണ്